കാസർഗോഡ് നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷൻ ഭാഗത്ത് നടക്കുന്ന ദേശീയപാത നിർമ്മാണം ആകാശപാതയാക്കി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന ജനകീയ സമരം ഒരു മാസം പിന്നിടുകയാണ്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ മാർക്കറ്റ് ജംഗ്ഷൻ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി റോഡ് നിർമ്മിക്കുന്നതിന് പകരം അങ്ങാടിയും വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായി വിഭജിക്കപ്പെടാത്ത രീതിയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യം. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ മാർക്കറ്റ് ജംഗ്ഷൻ ഭാഗത്ത് ദേശീയപാത ആകാശപാതയായി പുനർനിർമ്മിക്കണമെന്നാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യം. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ കാസർഗോഡ് ടൗണിൽ ഇത്തരം പല കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ആകാശപാത നിർമ്മിച്ചത്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്തു. വാഹന പാർക്കിംഗ് ഉൾപ്പെടെ ഇപ്പോൾ കാസർഗോഡ് നഗരത്തിൽ സുഗമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ആകാശപാത നിർമ്മിച്ചതുകൊണ്ടുകൂടിയാണെന്ന് സമരസമിതി വ്യക്തമാക്കി. ഇവിടുത്തെ പരമ്പരാഗതമായി ജീവിച്ചിരിക്കുന്ന ജനങ്ങളെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മാണം വരുന്നത്. അപ്പോൾ ആകാശപായുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടി നമ്മൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ ഓട്ടോറിക്ഷകൾക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നന്നായി പ്രവർത്തിച്ചുകൊണ്ട് പറ്റും. ഇപ്പോൾ സമാധാനപരമായിട്ട് ഈ സമരം മുന്നോട്ട് പോകാനാണ് നമ്മളൊരു തീരുമാനം. നമ്മൾക്ക് മറ്റുള്ളവർക്കുള്ള ഇപ്പോൾ വഴി തടഞ്ഞിട്ടുള്ള സമരമൊന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ സമരത്തിൽ നിന്ന് നമ്മൾ ഈ ആകാശപാത കിട്ടാതെ നമ്മൾ പിന്നോട്ടില്ല. കാസർഗോഡ് ജില്ലയിലെ ദേശീയപാത കടന്നു പോകുന്ന മറ്റൊരു മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ നീലേശ്വരത്തും ഇത്തരം സൗകര്യങ്ങൾ വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ജംഗ്ഷനിൽ ഈ രീതിയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യം. സമരം ഒരു മാസം പിന്നിടുമ്പോൾ പ്രക്ഷോഭം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ആകാശപാത നമുക്ക് വേണം, ആകാശപാത നമുക്ക് വേണം, അന്നേ തീരൂ ഈ സമരം. ന്യൂസ് മലയാളം, കാസർഗോഡ്.